ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പോ നമ്മുടെ തെരഞ്ഞെടുപ്പ് വാർത്തകൾ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത്. ഈ സാഹചര്യത്തില് നമ്മൾ എടുത്തു പറയേണ്ടുന്ന ഒന്നുണ്ട്. കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അതിൽ നിന്നും ഘടകവിരുദ്ധമായി അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നു മാത്രമല്ല, അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുമെന്നതുപോലെ അവരിനിയും കാര്യങ്ങൾ ഏറെ പഠിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോ നമ്മുടെ റീന സിസ്റ്റർ പറയുന്നത് പോലെ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഈ വന്നതൊന്നുമല്ല, ഇനിയും എത്രയോ വരാനിരിക്കുന്നു, അതുക്കും മേലെ എന്ന് പറഞ്ഞതുപോലെയുള്ള സാഹചര്യമാണ്. അപ്പൊ അവര് ഒന്നടങ്കം വോട്ടുകൾ മറിച്ച് ഇപ്പോ കോൺഗ്രസിനോടൊപ്പം ചേരാൻ ആഗ്രഹിച്ചു. ശരി, കോൺഗ്രസ് ഭരിച്ചു മുട്ടിച്ച ഇന്ത്യയെ കുറിച്ച് അറിയാത്തവരല്ല നമ്മൾ. ഇക്കാലം അത്രയും കോൺഗ്രസുകാർ ആരുടെ മതേതരത്വത്തോടൊപ്പമാണ് നിന്നതെന്നും ആരുടെ വർഗീയതയെയാണ് അവര് വിജയിപ്പിച്ചതെന്നും നമുക്ക് എല്ലാവർക്കും അറിയുന്ന വസ്തുത തന്നെയാണ്. ഇത്രയും അനുഭവിച്ചിട്ടും നമുക്കൊന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. നമ്മുടെ ചിന്താഗതിക്ക്, നമ്മുടെ രാജ്യത്തിന്റെ സുസ്ഥിരതയ്ക്ക്, ബഹുസ്വരതയെ നിലനിർത്തുന്നതിനു വേണ്ടി നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ എന്ത് സേവനമാണ് നമ്മൾ ചെയ്തത്? അറ്റ്ലീസ്റ്റ് നമ്മുടെ സമ്മതിദാന അവകാശമെങ്കിലും രേഖപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നത് പുനർവിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഒന്നടങ്കം വോട്ട് ആർക്കാണ് കൊടുത്തത് എന്ന് വളരെ കൃത്യമായിട്ട് റീന പറയുന്നുണ്ട്. അതായത് ഇവിടെ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകൾ പാകിസ്ഥാന്റെ പതാക ഉയർത്തി ജയ് വിളിച്ചത് കേട്ടായിരുന്നോ? അതും നമ്മൾ കേൾക്കണം. അത് കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. അപ്പോഴും ഇവരുടെ മനസ്സ്, ഇവരുടെ ചിന്താഗതി, ഇവരുടെ താല്പര്യം, ഇവരുടെ ലക്ഷ്യബോധം എന്താണ് എന്നതിനകത്ത് വ്യക്തമാകുവാണ്. ഇവിടെ നമ്മുടെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചപ്പോൾ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചപ്പോൾ എന്തേ ഇന്ത്യയുടെ ദേശീയതയോടൊപ്പം നിൽക്കാൻ ഇവർ തയ്യാറാകാത്തത്? അപ്പൊ ഇന്ത്യയുടെ ദേശീയതയല്ല നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം, പാകിസ്ഥാന്റെ ദേശീയതയാണ്, പാകിസ്ഥാന്റെ മതമാണ് എന്ന് അവർ വിളിച്ചു പറയുവാണ്. പറയാതെ പറയുന്നതല്ല, വരികൾക്കിടയിലൂടെ നമ്മൾ വായിക്കുന്നതല്ല. വളരെ കൃത്യമാണ്. അവരുടെ ഇന്ത്യയുടെ ദേശീയ പതാക നാമമാത്രമായി മാത്രം അങ്ങിങ്ങായി പൊങ്ങുമ്പോൾ ഉയർന്നു നിൽക്കുന്നത് അത്രയും പാകിസ്ഥാന്റെ പതാകകൾ. ഇതെങ്ങനെ വന്നു എന്നൊന്ന് ചിന്തിച്ചാൽ മതി. കേരളത്തിലെ ക്രിസ്ത്യാനികൾ പാഠം പഠിച്ചിട്ടില്ല. റീനയുടെ വാക്കുകൾ നമുക്കൊന്ന് ശ്രമിക്കാം. ഷലോം, ഞാൻ റീന ഫ്രാൻസിസ്, യെരുശലേമിൽ നിന്നും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് 1967 യുദ്ധത്തിന് ഇസ്രായേൽ യെരുശലേമിനെ പിടിച്ചെടുത്ത ഓർമ്മ ദിവസമാണ്. ഇസ്രായേലിനെ മുച്ചൂട് മുടിച്ചു കളയുവാനായിട്ട്, ഇസ്രായേലിനെ തകർത്ത് കളയുവാനായിട്ട് സാത്താനിക ശക്തികളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇസ്രായേലിനെ തകർത്ത് കളയുവാനുള്ള പദ്ധതി തയ്യാറാക്കി പുറപ്പെട്ടു വന്ന ദിവസം. അങ്ങനെ ഇസ്രായേൽ ആ ശക്തികളുടെ മുന്നിലെല്ലാം തന്നെ ഇസ്രായേലിന്റെ പരിപാലകനായ ദൈവം ഇസ്രായേലിന്റെ ഒപ്പം നിന്നുകൊണ്ട് ഇസ്രായേലിനെ സംരക്ഷിച്ചെടുത്ത ദിവസത്തിന്റെ ഓർമ്മയാണ് യോം യെരുശലേം എന്ന് പറയുന്ന ദിവസം. അതുകൊണ്ട് യോം യെരുശലേം സമയാഹ്. എല്ലാവർക്കും നല്ലൊരു യോം യെരുശലേം സമയാഹ് ഞാൻ പറയുകയാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത യെരുശലേം ദിനം എന്നാണ് നമ്മൾ ഇന്നത്തെ ദിവസത്തെ പറയുന്നത് തന്നെ. ഞാൻ ഇങ്ങനെ യെരുശലേമിനോട് ദൈവം കാണിച്ച കരുണയും യെരുശലേം ദൈവം മടക്കി കൊടുത്തതും ഒക്കെ ഇന്നത്തെ ദിവസം ഞാൻ ഓർക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ആ ഭയാനകതയും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെ. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കാൻ പോകുന്നു. വേഗത്തിൽ തന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് അത് എത്താൻ പോകുന്നു. അതിനു മുന്നോടിയായിട്ടുള്ള മുന്നറിയിപ്പുകളും തയ്യാറെടുപ്പുകളും എല്ലാം പലവട്ടമായി എൻ്റെ ലൈവിലൂടെ ഞാൻ പറഞ്ഞിരുന്നു. ഇതൊക്കെ തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ഇങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്. ഇന്നലെ നമ്മുടെ ഇന്ത്യയുടെ ജനവിധിയായിരുന്നു. ഈ ഇന്ത്യയുടെ ജനവിധിയിൽ ഒരു കാര്യം മനസ്സിലായി, EVM മെഷീൻ എന്തായാലും തന്റെ ചാരിതാർത്ഥ്യം തെളിയിച്ചു. സീത താൻ കന്യകയാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി
തീയിൽ ചാടി തന്റെ ചാരിതാർത്ഥ്യം തെളിയിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാമായണ കഥകളിലെല്ലാം നമുക്ക് വായിക്കാൻ പറ്റുന്നത് പോലെ EVM മെഷീൻ വെച്ചുകൊണ്ട് മോദി ഭരണം പിടിച്ചെടുത്തു, EVM മെഷീൻ വെച്ചുകൊണ്ട് മോദി അട്ടിമറിച്ചു എന്ന് പറഞ്ഞുകൊള്ള വ്യാജ പ്രചരണങ്ങൾക്കെല്ലാം ഒരു വിരാമം സത്യത്തിൽ ഇന്നലെ ഉണ്ടായി എന്നുള്ളതില്ലാത്ത ഒരു സന്തോഷമുണ്ട്. പക്ഷേ ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്ന വേറൊരു സംഭവം എന്ന് പറയുന്നത്, രാജ്യസ്നേഹികളെക്കാളും കൂടുതൽ രാജ്യദ്രോഹികൾ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നു എന്നുള്ള ഭയാനകത ഒരിക്കൽ കൂടി നിങ്ങളെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ. അതായത് രാജ്യസ്നേഹികളെക്കാളും രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന രാജ്യദ്രോഹികൾ നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്നുള്ള ഒരു വലിയൊരു ഭയാനകതയുടെ ദിവസം കൂടിയായിരുന്നു ഇന്നലത്തെ ദിവസം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. കേരളത്തില് ഏകദേശം ക്രിസ്ത്യൻ സമൂഹം, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ ഒറ്റുകാരായി മാറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ക്രിസ്ത്യാനികൾ അത്ര നല്ല വിശുദ്ധ കുഞ്ഞാടുകളൊന്നുമല്ല, പക്കാ തീവ്രവാദികളാണ്. ഹിന്ദുക്കളെ, നിങ്ങളാണ് ഭയപ്പെടേണ്ടത്, നിങ്ങളാണ് പേടിക്കേണ്ടത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കുറച്ച് ബുദ്ധിയും ബോധവും ഉദിച്ച ക്രിസ്ത്യാനികൾ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ബാക്കിയുള്ള മതത്തിൽപ്പെട്ടതും മതചിന്തയിൽപ്പെട്ടതും തന്റെ മതം വളർത്തണമെന്നും പെന്തക്കോസ്ത് മതം വളരണമെന്നും അല്ലെങ്കിൽ തങ്ങൾ ക്രിസ്ത്യാനികൾ ജീവിക്കണമെന്നും തങ്ങൾ ക്രിസ്ത്യാനിയിൽ പണമുണ്ടാക്കണമെന്നും മോഹിക്കുന്ന തീവ്ര ചിന്താഗതിയിലുള്ള ക്രിസ്ത്യാനിക്ക് വരാൻ പോകുന്ന ആപത്ത് പോലും വിഷയമല്ല. തന്റെ കൂടെ ഉള്ളവൻ മരണപ്പെടുന്നു, അവന്റെ കുഴി നമ്മൾ വെട്ടാൻ പോകുകയാണ് എന്നുള്ള ബോധം പോലും അവനില്ലാതെ, ഒരു ഉളുപ്പുമില്ലാതെ അവൻ നിങ്ങളുടെ കുഴിയും കൂടി ചേർത്ത് വെട്ടിയിട്ടുണ്ട്. അങ്ങനെ ക്രിസ്ത്യാനികളെന്ന് പറയുന്ന കുറേ എണ്ണങ്ങള് നിങ്ങളെ കൊലയ്ക്ക് കൊടുത്തു എന്നുള്ളൊരു യാഥാർത്ഥ്യവും കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഇനി അങ്ങ് മുന്നോട്ട് പോകാനായിട്ട്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ തീരദേശ ക്രിസ്ത്യാനികളെല്ലാം ഒന്ന് കരുതി വെച്ചോ. നിങ്ങൾ ഈ വർഗങ്ങൾക്ക് ഓരാപത്തിനും നിങ്ങൾ കൂട്ടുനിൽക്കരുത്. തിരുവനന്തപുരത്തിലെ ഊള ക്രിസ്ത്യാനികൾക്ക് ഓരാപത്ത് വന്നാലും ഈ ചെറ്റകളെ നിങ്ങൾ തിരിഞ്ഞുപോലും നോക്കരുത് എന്നുള്ള കാര്യം ഞാൻ മുന്നറിയിപ്പ് തരികയാണ്. കാരണം അടി കൊണ്ട് ചാകേണ്ടവൻ അടി വാങ്ങിച്ചു തന്നെ ചാകണം. മനസ്സിലായോ? അടികൊണ്ട് ചാകേണ്ടവൻ അടി വാങ്ങിച്ചു തന്നെ ചാകണമെന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ അടികൊണ്ട് ചാകുന്നതിനുള്ള സമയവും അതിനുള്ള വെട്ടാനുള്ള കത്തിയും കോടാലിയും എല്ലാം കൊടുക്കേണ്ടവന്മാർക്ക് കൊടുത്തു. ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തെ സംരക്ഷിക്കുവാനുള്ളൊരു മുന്നണി അല്ല, പിന്നെയോ ഇന്ത്യയെ തകർത്ത് കളയുവാൻ ഒരുമിച്ചുകൂടിയ അവിയൽ കൂട്ടങ്ങളാണതൊക്കെ. ഏത് വിധേനയും ഇന്ത്യയെ തകർക്കുക, ഏത് വിധേനയും മോദിയെ താഴെ ഇറക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് ജനാധിപത്യ സംരക്ഷകരുടെ പേരിൽ മറവിൽ ഇന്ത്യയെ തകർക്കാൻ കൂടിക്കെട്ടിയ ഒരു അവിയൽ കൂട്ടണി മാത്രമാണ് ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത്. 1ഉം 2ഉം പേരാണ്, 29 കൂട്ടവാ ചേർന്നത് ഒറ്റയ്ക്ക് BJP നേരിടാൻ വേണ്ടിയിട്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഒറ്റയ്ക്ക് BJP നേരിടാൻ വേണ്ടി 29 അവിയൽ കൂട്ടങ്ങൾ, കത്തിരിക്ക, വെണ്ടയ്ക്ക, വാഴയ്ക്ക, കോവയ്ക്ക, മരപ്പെട്ടി, ഓന്ത്, പല്ലി, പഴുതാര എന്ന് പറഞ്ഞിട്ട് ഇത്യാദി സാധനങ്ങളെല്ലാം കൂടിച്ചേർന്ന് അതിനകത്ത് മഹാസർപ്പം എന്നൊരുത്തനുണ്ട്, അവന്റെ കൂടെ കൂടിയത് അവന്റെ ഇനത്തിൽപ്പെട്ടതെല്ലാം കൂടി. മഹാസർപ്പം എന്ന് പറയുന്ന സാത്താന്റെ കൂട്ടത്തില് അവന്റെ ഇനത്തിൽപ്പെട്ട ഓന്തും പല്ലിയും പഴുതാരയും സകലമായതും അവന്റെ കൂട്ടത്തിൽ കൂടിയിട്ട് ഇന്ത്യയെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള, ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള സഖ്യമായിട്ടാണ് അവർ കൂടിയത്. ഇന്ത്യക്ക് ഒരു ഗുണവും ചെയ്യാനല്ല. നിങ്ങൾ പറഞ്ഞല്ലോ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നതിന്റെ ജയത്തില് ക്രിസ്ത്യാനിയെ നീ ചെയ്ത ചതി, ക്രിസ്ത്യാനിയെ നീ ഒറ്റിയ ഒറ്റ്, നിന്റെ മൂട്ടിൽ വെച്ച്